അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഇന്ന് നമുക്ക് തജ്വീദ് നിയമങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കാനുള്ളത് ഗുന്നത്തിനെ കുറിച്ചാണ്. നൂനും മീമും വിശുദ്ധ ഖുർആനിൽ എവിടെ ശ്രദ്ധയോടുകൂടി കണ്ടാലും അവയെ ഗുന്നത്ത് ചെയ്ത് ഉച്ചരിക്കുന്നത്. ഗുന്നത്ത് എന്ന അതിന് ഭാഷാപരമായ അർത്ഥം ഒരു രാഗം, ഈണം എന്നൊക്കെയാണ്. ഗന്ന, യുഗന്നി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഗുന്നത്ത് കൊണ്ട് ഇവിടെ തജ്വീദിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? നൂനിന്റെയും മീമിന്റെയും മഖ്റജ് നമുക്കറിയാം. നൂനിന്റെ മഖ്റജ് എവിടെയാണ്? നാവിന്റെ തല മുൻപല്ലിന്റെ ഊനത്തോട് കൂടി ചേർത്ത്. അതുപോലെ ലാമിന്റെ നേരെ താഴെയാണ് നൂനിന്റെ മഖ്റജ്. അതോടൊപ്പം നൂൻ ഉച്ചരിക്കണമെങ്കിൽ എന്തും കൂടെ വേണം? തരിമൂക്കിൽ നിന്നുള്ള ഒരു ഈണം കൂടി വേണം. നമ്മൾ ശബ്ദമില്ലാതെ നൂന് പറയുമ്പോൾ തന്നെ തരിമൂക്കിൽ നിന്നുള്ള ഒരു ശബ്ദം അതിന്റെ കൂടെ വരുന്നുണ്ട്. നമ്മൾ മൂക്ക് പിടിച്ചു വെച്ചുകൊണ്ട് നൂന് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് മീമും. മീമിന്റെ മഖ്റജ് രണ്ട് ചുണ്ടുകൾക്കിടയിലാണെങ്കിലും അതോടൊപ്പം തന്നെ തരിമൂക്കിൽ നിന്നുള്ള ഒരു മണിക്കൽ കൂടി വേണം, പ്രത്യേകിച്ച് ശ്രദ്ധയുള്ളതാവുമ്പോൾ. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ എവിടെ നൂനും മീമും ശ്രദ്ധയോടുകൂടി കണ്ടാലും അവ എന്ത് ചെയ്യണം? ഉന്നത്ത് ചെയ്ത്, അഥവാ ഒരു രാഗത്തോടെ മണിച്ച് ഉച്ചരിക്കേണ്ടതാണ്. സ്ക്രീനിൽ ചില ഉദാഹരണങ്ങൾ കാണുന്നുണ്ടാകും, നോക്കാം. فإن مع العسر يسرا فإن مع العسر يسرا അങ്ങനെ ഓതാൻ പാടില്ല. എങ്ങനെ ഓതണം? فإن مع العسر يسرا إن مع العسر يسرا. അപ്പൊ നൂനിന് ശബ്ദ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഉന്നത്ത് ചെയ്ത് മണിച്ച് ഓതി. وأما من خفت موازينه فأمه هاوية. അവിടെ മീമിന് ശബ്ദ വന്നപ്പോൾ നമ്മൾ മീമിനെ ഉന്നത്ത് ചെയ്ത് ഓതി. وأما من خفت موازين അങ്ങനെയല്ല ഓതേണ്ടത്. എങ്ങനെയാണ്? وأما من خفت موازينه فأمه هاوية. അതുപോലെ സൂറത്ത് കാഫിറിന്റെ അവസാനത്തെ 3 വചനങ്ങൾ لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടാകും ചുവന്ന നിറത്തിലുള്ള നൂനും മീമും പ്രത്യേകം അടയാളപ്പെടുത്തിയത്. അപ്പൊ ശ്രദ്ധ ഉള്ള നൂനും മീമും എവിടെ കണ്ടാലും മണിച്ചോദനം, ഉന്നത്ത് ചെയ്ത് ഓതണമെന്ന് പ്രത്യേകം ഓർക്കുക. ധൃതിയിൽ ഉന്നത്ത് ചെയ്യാതെ ഓതരുത്. അതുപോലെ തന്നെ ഒരുപാട് സമയം തീരരുത്. അതിമേലിങ്ങനെ അങ്ങനെ അധികം മണിക്കരുത്. 2 ഹറക്കത്താണ്, അഥവാ ഒരു വിരൽ ഉയർത്തി താഴ്ത്തുന്ന സമയമാണ് 2 ഹറക്കത്ത്. അതുപോലെ തന്നെ ഇതിമേൽ വഖഫ് ചെയ്യുമ്പോൾ, ഉദാഹരണമായിട്ട് ജാൻ അങ്ങനെ വഖഫ് ചെയ്യുന്ന കാണാൻ സാധിക്കും. അപ്പൊ ചില ആളുകൾ എങ്ങനെ നിർത്തും? ജാൻ, അപ്പോൾ ഉന്നത്ത് ചെയ്തിട്ടില്ല. ഉന്നത്ത് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? സാക്കിൻ ഷദ്ദുള്ള നൂനിന്മേലോ മീമിന്മേലോ നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഉന്നത്ത് ചെയ്തുകൊണ്ട് തന്നെ വഖഫ് ചെയ്യണം. യം എന്നിങ്ങനെ ഉന്നത്തോടു കൂടി തന്നെ വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ നിയമങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.